ഫാമിലീസ് വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മഴയാട്ടാ, അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമറാമാൻ ഇന്ന് ലീവാണ്. ഇന്ന് ക്യാമറാമാൻ പതിവ് പോലെ നമ്മൾ ഡ്യൂട്ടി തുടങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും ലീവ് ആയിട്ടാ, ഇക്കയുണ്ട്, മോളും ഉണ്ട്. പക്ഷെ നമുക്ക് മാത്രം പണിയെടുക്കാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റിനി. എന്തായാലും ലീവായതല്ലേ, ഇന്നത്തെ ദിവസം ഇന്ന് മുതലാക്കണ്ടേ. ഇന്ന് രാവിലെ മദ്രസയ്ക്ക് ഇല്ലാത്തതുകൊണ്ട് നല്ലോണം ഉറങ്ങിയേട്ടാ. ഒരു 9:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റേ. പിന്നെ എഴുന്നേറ്റ് ഇതാ മീനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും കാര്യങ്ങളൊക്കെ നോക്കാല്ലേ. കഴിയുമ്പോൾ ക്യാമറാമാൻ്റെ ഗാനമേള തുടങ്ങിയിട്ടുണ്ട്. ചേരില്ല അമ്പമണവുള്ള പൂമുട്ട് ഹാജര പൂമുട്ടിയായി പാവൽ മൂവിന്റെ തലയിലും ക്യാമറമാന്റെ പാട്ട് എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ തിരക്ക് മൊത്തം ഗാനമേളയാണ് കേട്ടാ. ഒരാളുടെ കുറവും കൂടിയുണ്ട്, അയാൾ നല്ല ഉറക്കാണ് കേട്ടാ. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് മയങ്ങിയതാണ്. അമ്മാമ്മന്റെ തല കണ്ടിട്ട് ആരും പേടിച്ചോടിയൊക്കെയല്ലോ. രാവിലെ എഴുന്നേറ്റ് വന്ന കേട്ടാ, തല വരാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഒന്ന് ലീവല്ലേ, ഞാനില്ല പറഞ്ഞിട്ട് തന്നെയാണ്. അങ്ങനെ തക്കാളിയൊക്കെ മുറിച്ച് ഈ സമയം കൊണ്ട് നമ്മുടെ മോള് ഹോം ടൂർ എടുക്കാൻ വേണ്ടി പോയതാട്ടാ. ആ സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ വെച്ച് ക്യാമറ എത്ര വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഹോം ടൂർ എടുക്കാന്ന് പറഞ്ഞ് ക്യാമറയും കൊണ്ട് പോയ ആളാട്ടാ. അങ്ങനെ പോയി നോക്കുമ്പോൾ യൂട്യൂബിൽ എന്തോ വീഡിയോ കണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എത്ര വിളിച്ചിട്ടും കിട്ടിയിട്ടില്ല. അങ്ങനെ കറിയൊക്കെ ഇതാ സെറ്റായി വന്നിരിക്കുക ഗൈസ്. ഈ വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചാണ്, പക്ഷെ നമ്മുടെ മോള് സമ്മതിക്കണ്ടല്ലോ. ലീവായാൽ പിന്നെ ഫോൺ ഏത് വഴി കൂടി പോകുമെന്ന് അറിയില്ല. അങ്ങനെ ഇന്നലത്തെ പാലപ്പത്തിന്റെ ബാക്കി മാവുണ്ടായിന്. അടുപ്പ് നല്ലോണം കത്തിയത് കൊണ്ട് തന്നെ വെള്ളയപ്പത്തിന് പാത്രം അടുപ്പത്ത് വെക്കാൻ മടിച്ചിട്ട് ദോശക്കല്ലിൽ തന്നെ ചുട്ടെടുത്തേട്ടാ. സാരമില്ല, ഏതായാലും കഴിക്കുന്നതല്ലേ. പക്ഷെ ഇന്നത്തെ കാട്ടിലും നല്ല രസം ഉണ്ടായിന്. മിക്കവാറും ഈ ദോശക്കല്ലിൽ തന്നെ ചുടേണ്ടി വരുമായിരിക്കും. അങ്ങനെ മുരിഞ്ഞിട്ട് നല്ല അടിപൊളി പാലപ്പം ആക്കിയിട്ടുണ്ട്. പാലപ്പോ വെള്ളയപ്പ ഓരോ നാട്ടിലും ഓരോ അല്ലേ. തേങ്ങാപ്പാൽ എടുക്കുന്നത് കൊണ്ട് ചിലർ പറയും പാലപ്പം എന്നിട്ട്, ഇത് വെള്ള കളറുള്ളത് ചിലർ പറയും വെള്ളയപ്പാന്ന്. നാടും വരുമ്പോൾ കോലം മാറും എന്ന് പറയുന്ന പോലെ ഇത് ഞാൻ ഇടുക്കിയിലുള്ളപ്പോൾ പാലപ്പവും ഇപ്പൊ കണ്ണൂർ വന്നപ്പോൾ വെള്ളയപ്പമായി. തൽക്കാലം ഇപ്പൊ നമ്മൾ കണ്ണൂർ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇത് വെള്ളയപ്പം തന്നെ വിളിക്കാം. അങ്ങനെ കുറച്ച് കറി കഴിച്ചു. പിന്നെ നൂറേൻ്റെതാ ബാക്കിയുള്ള ചട്നി ഉണ്ട്. ചട്നി വിട്ടിട്ടുള്ള ഒരു കളിയില്ല കേട്ടോ. ബാക്കി മീനും പൊരിച്ചെടുത്ത് തന്നത് നല്ല നത്തലാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കർക്കിടക മാസമൊക്കെ അല്ലേ, കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇനി കർക്കിടകം മരുന്നും കൂടി കഴിക്കാം. മരുന്നും കൈ സെറ്റാക്കി ഉച്ചക്കുള്ള ചോറും വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കിടക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.